അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 47. എന്താണ് ജ്വാലയുടെ പൊന്നു എന്നെ ഇങ്ങനെ നോക്കുന്നേ? അഗ്നി ചിരി നിർത്തി പൊന്നുവിനോട് പുഞ്ചിരിയോടെ ചോദിച്ചു. അഗ്നിയേട്ടന് ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ? അവള് കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു. ജ്വാലയാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഞാൻ മുന്നേ തന്നെ ഞെട്ടിയത് എന്ന പോലെ നിൽക്കുകയാണ്. അതെന്താടോ, എനിക്ക് ചിരിച്ചൂടെ? അവൻ കുറുമ്പോടെ അവളോട് ചോദിച്ചു. അയ്യോ അതല്ല, ഇങ്ങനെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അവള് പറഞ്ഞതും അവൻ പുഞ്ചിരിയോടെ തലയാട്ടി. പൊന്നു ജ്വാലയെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും ജ്വാല അവളെ നോക്കി പുഞ്ചിരിച്ചു. പൊന്നുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അടുത്ത നിമിഷം അവൾ ജ്വാലയെ കെട്ടിപ്പിടിച്ചു. ജ്വാലയെ അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇങ്ങനെ ചിരിച്ച മുഖത്തോടെയുള്ളൊരു ജ്വാലയെ കാണാൻ പൊന്നു ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് അത് സാധിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. ഒരു പരിചയമില്ലാത്ത ഒരാൾ അവളെ വിവാഹം കഴിക്കുമ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ നടക്കുമോ എന്നറിയാതെ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ സാധിച്ചിരിക്കുന്നത്. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി. പൊന്നു, ജ്വാല വിതുമ്പലോടെ വിളിച്ചു. പക്ഷേ അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണാൻ വയ്യാതെ ഒരുവൻ അവൾക്കരികിൽ നിന്നും അസ്വസ്ഥനാവുന്നുണ്ടായിരുന്നു. പൊന്നു ജ്വാലയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. എപ്പോ എത്തിയിടി? ഞാൻ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ വരുന്നുണ്ടെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിന്ന് കോളേജിൽ പോവില്ലായിരുന്നു. പൊന്നു പരിഭവത്തോടെ പറഞ്ഞു. ഞാൻ തന്നെ ഇന്നലെ രാത്രിയിൽ അറിഞ്ഞേ. അപ്പോഴാ അഗ്നി ഇത് പറഞ്ഞു തന്നെ. ജ്വാല അഗ്നിയെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവളുടെ കൂർപ്പിച്ചു വെച്ച ചുണ്ടിലേക്കും പരിഭവം നിറഞ്ഞ കവിളിലേക്കും പൊന്നു ഒരു അത്ഭുതത്തോടെയാണ് നോക്കിയത്. അഗ്നി എന്ന് അത്രമേൽ അടുത്തവരെ പോലെ അവൾ അവനെ വിളിക്കുന്നത് കേട്ട് ഇനി തലയിൽ നിന്നും കിളികളൊന്നും പാറിപ്പോവാനില്ലാത്തതുപോലെ അവളൊന്ന് തലയാട്ടി. അല്ല, നീ എന്തെന്നിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നേ? ഇന്ന് കോളേജില്ലേ? ജ്വാല സംശയത്തോടെ ചോദിച്ചു. ഇല്ല, സ്ട്രൈക്കാ. അവള് പുഞ്ചിരിയോടെ പറഞ്ഞതും ജ്വാല തലകുലുക്കി. അകത്തേക്ക് പോയില്ലേ രണ്ടാളും? പൊന്നു ചോദിച്ചു. അകത്തേക്ക് പോയി, കാണാനുള്ളവരെല്ലാം കണ്ടു എന്റെ പൊന്നുവെ. ഇനി ഇതേ ഈ പെണ്ണ് ഇവിടെയൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ ഞങ്ങള്. അഗ്നിയാണ് അവൾക്ക് മറുപടി കൊടുത്തത്. അവന്റെ സ്നേഹത്തോടെയുള്ള സംസാരം കേട്ട് പൊന്നുവിന്റെ മനസ്സ് നിറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ ഉള്ളതുപോലെ അവൻ അത്ര ദേഷ്യക്കാരനല്ലെന്ന് അവൾക്ക് തോന്നി. എന്തേ? പൊന്നുവിന്റെ നോട്ടം കണ്ട് അഗ്നി പുരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല അഗ്നിയേട്ടാ. അഗ്നിയേട്ടൻ ഇത്രയും കമ്പനിയായി സംസാരിക്കുന്ന ഞാൻ കരുതിയതേയില്ല. അവൾ ഉള്ളിലുള്ളത് അതുപോലെ പറഞ്ഞു. അഗ്നി പുഞ്ചിരിച്ചു. ഇതൊക്കെ എന്ത്? ഇനി എന്തൊക്കെ അറിയാൻ കിടക്കുന്നു നീ എന്നെക്കുറിച്ച്? ഇല്ലേ കുഞ്ഞ? അവൻ അവളോട് കുറുമ്പോടെ ചോദിച്ചു. ജ്വാല അവനെ നോക്കി ചുണ്ടുകൊട്ടി. പൊന്നു രണ്ടുപേരെയും മാറി മാറി നോക്കി. അഗ്നി അവളുടെ തലയിലൊന്ന് തട്ടി ചിരിയോടെ മുന്നോട്ട് നടന്നു. വാ കുഞ്ഞ, നമുക്ക് പോയി വരാം. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അഗ്നി വിളിച്ചു പറഞ്ഞു. ദേ വരണു. അവള് പറഞ്ഞതും അഗ്നി മൂളിക്കൊണ്ട് നടന്നു നീങ്ങി. അഗ്നി അങ്ങോട്ട് പോയതും പൊന്നു ജ്വാലയെ ആകെ മൊത്തം ഒന്ന് നോക്കി. എന്താടി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് ജ്വാല ചോദിച്ചു. ഏയ്, നിന്റെ വേഷത്തിലൊക്കെ ഒരു മാറ്റം, അതുകൊണ്ട് നോക്കിയതാ. പൊന്നു സന്തോഷത്തോടെ പറഞ്ഞു. കൊള്ളില്ലേ? ജ്വാലയ്ക്ക് അതാണ് അറിയേണ്ടിയിരുന്നത്. നന്നായിട്ടുണ്ടടി. അല്ലേലും നിനക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ നല്ല ചേർച്ചയാ. പക്ഷെ ഏട്ടൻ സമ്മതിക്കില്ലായിരുന്നല്ലോ നിന്നെ. അഗ്നിയേട്ടന് കുഴപ്പമൊന്നുമില്ലേ നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നേന്? പൊന്നു സംശയത്തോടെ ചോദിച്ചു. അവിടെ ഞങ്ങളുടെ റൂമിൽ വാങ്ങി വെച്ചിട്ടുള്ള ഡ്രസ്സെല്ലാം ഇങ്ങനത്തെ പൊന്നു. ധാവണിയൊക്കെ ആകെ കുറച്ചേ ഉള്ളൂ. ജ്വാല ചിരിയോടെ പറഞ്ഞു. ആണോ? അപ്പൊ അഗ്നിയേട്ടന് നിന്നെ ഇങ്ങനത്തെ വേഷത്തിൽ കാണാനാ ഇഷ്ടല്ലേ? പൊന്നു ആകാംക്ഷയോടെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞില്ല. എന്നോട് എന്റെ ഇഷ്ടം പോലെ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞ് എന്നെ നിർബന്ധിക്കില്ല. ഒക്കെ എന്റെ ഇഷ്ടം എന്നാ പറയാ. അവള് ചിരിയോടെ പറഞ്ഞു. പൊന്നുവിനുള്ളിൽ ഒരു തണുപ്പ് തോന്നി. നീ ഹാപ്പിയാണോ ജ്വാല? അവള് ചോദിച്ചതും ജ്വാല അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പറ. അവള് വീണ്ടും ചോദിച്ചു. അതെ, ഒരുപാട്. അവള് നേർത്ത സ്വരത്തിൽ മറുപടി പറഞ്ഞു. പൊന്നൂന്റെ ചുണ്ടുകൾ വിടർന്നുപോയി. അഗ്നിയേട്ടന് നിന്നെ ഒത്തിരി ഇഷ്ടാണല്ലേ? അവള് കുറുമ്പോടെ ചോദിച്ചു. അതെനിക്കറിയില്ല. ജ്വാല വിറയലോടെ പറഞ്ഞു. പൊന്നു കുസൃതിയോടെ അവളെ നോക്കി അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാടിലൊന്ന് തൊട്ടു. ജ്വാല വിറച്ചുകൊണ്ട് അവളെ നോക്കി. ഇഷ്ടല്ലെങ്കിൽ പിന്നെ ഇതെന്താടി? അവളിൽ കുറുമ്പ്. എന്നെ കടിച്ചതാ, വികൃതിയാ. അവളുടെ മുഖം ചുവന്നുപോയി. ആ, വികൃതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വന്നപ്പോ രണ്ടും കൂടെ ഉമ്മ വെക്കാൻ തുടങ്ങല്ലായിരുന്നോ? പൊന്നു ഒരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ജ്വാലയുടെ മുഖം ചുവന്ന് കയറുന്നത് പൊന്നു കൗതുകത്തോടെ നോക്കി. അതിനെ നേരത്തെ കടിച്ചു. അപ്പോ ഞാൻ തിരിച്ചു കടിച്ചതാ. എന്തോ പറഞ്ഞപ്പോ ഞാൻ ചുണ്ടു കൂർപ്പിച്ചപ്പോ എന്നെ അവൾ വിക്കി. മനസ്സിലായി മനസ്സിലായി. എന്നാലും എന്റെ പെണ്ണെ, അങ്ങേർക്ക് തീരെ നാണോ മാനോ ഇല്ലേ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ നിന്നെ ഉമ്മിക്കാൻ?
ഇപ്പൊ അഗ്നിയേട്ടൻ നിന്നെ കിസ് ചെയ്തത് ഞാൻ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ? അവള് ജ്വാലയെ കളിയാക്കി. അതെപ്പോഴും അങ്ങനെ തന്നെയാ പൊന്നു, എല്ലാവരുടെയും മുന്നിൽ നിന്ന് ഉമ്മയൊക്കെ തരും, കെട്ടിപ്പിടിക്കും. ഇവിടെ നിന്നും കെട്ടിപ്പിടിച്ചു, എല്ലാരും കണ്ടു. അവളുടെ മുഖത്ത് ചമ്മൽ. പൊന്നുവിന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. ജ്വാല അവൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് സിറ്റ് ഔട്ടിൽ നിന്നും അവളെ ഉമ്മ വെച്ചതും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വെക്കുന്നതും ബീച്ചിൽ നിന്ന് ഉമ്മ വെച്ചതും അവൾ അവനെ ആദ്യമായി ഉമ്മ വെച്ചതും ഇന്ന് മംഗലത്ത് വന്നപ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം പൊന്നുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും പൊന്നു ആകെ വിയർത്തുപോയി. അവൾ ജ്വാലയെ ഒരു ആക്കലോടെ നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് ജ്വാല ചോദിച്ചു. അപ്പൊ എല്ലാത്തിനും വന്ന ഉടനെ കിട്ടിയില്ലേ, അത് മതി, പൊന്നു ചിരിയോടെ പറഞ്ഞു. ജ്വാല മറുപടി പറയാതെ അവളെ നോക്കിയതേയുള്ളൂ. നിന്റെ കെട്ടിയോൻ നല്ല റൊമാൻറ്റിക് ആണല്ലേ ജ്വാല? അപ്പോ നിന്നെ പണത്തിന് പകരം കെട്ടുവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പൊന്നു ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണിറുക്കി. അതാ അങ്ങനെ ഉമ്മ വെച്ച് ദേഷ്യം തീർക്കാവും, ജ്വാല പറഞ്ഞു. പൊന്നു അവളെ വാ പൊളിച്ചു നോക്കി. എന്താടി? അവള് പൊന്നുവിനെ ഒന്ന് പിടിച്ചു കുലുക്കി. ആ ഒന്നുമില്ലടി, നീ അഗ്നിയേട്ടന്റെ അടുത്തേക്ക് ചെല്ല്, പുള്ളിക്ക് ഇവിടെ ഒന്നും പരിചയമില്ലാത്തതല്ലേ, ഞാൻ പോയി ഇവിടുത്തെ മടിച്ചുകളൊക്കെ പണിയെടുക്കണത് കണ്ടിട്ട് വരാം, പൊന്നു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. ജ്വാലയും പുഞ്ചിരിയോടെ അഗ്നിയുടെ അടുത്തേക്ക് നടന്നു. ഇതെങ്ങനെ ഇവിടെ എത്തി? ഞാൻ എവിടെയൊക്കെ നോക്കിന്നറിയോ? ജ്വാല കുളപ്പടവിൽ നിന്നും അഗ്നിയോട് വിളിച്ചു പറഞ്ഞു. അഗ്നി അവളെ തിരിഞ്ഞു നോക്കി. പെണ്ണെ ഏറ്റവും മുകളിലുള്ള പടിയിലാണ്. അവൻ അവളോട് താഴേക്ക് വരാൻ കൈകൊണ്ട് കാണിച്ചു. അവള് പതിയെ താഴേക്ക് ഇറങ്ങി വന്ന് അവന്റെ അടുത്തായി പടവിൽ കയറി നിന്നു. അവന്റെ നോട്ടം കുളത്തിലായിരുന്നു. എന്താ നോക്കണേ? കുളം ആദ്യമായിട്ട് കാണാണോ? അവന്റെ നോട്ടം കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. അവൻ അവളെ കുറുമ്പോടെ നോക്കിക്കൊണ്ട് ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ ഇങ്ങനൊരു കുളം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും ജ്വാല വെറുതെ തലകുലുക്കിയതേയുള്ളൂ. കുഞ്ഞാ, ഇത് കണ്ടപ്പോ എനിക്കൊരാഗ്രഹം, അവൻ അവളോട് പറഞ്ഞു. എന്താ? അവൾ പുരികമുയർത്തി. അതോ, അതുണ്ടല്ലോ കുഞ്ഞാ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ വെച്ചാക്കിയാലോ, നല്ല സ്ഥലാ, അവൻ കുസൃതിയോടെ പറഞ്ഞു. അതിന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതല്ലേ, ഇനി എന്താ? അവൾക്ക് മനസ്സിലായില്ല. അഗ്നിക്ക് ചിരി വന്നു. അങ്ങനെ അല്ല എൻ്റെ കുഞ്ഞിപ്പെണ്ണെ, വേറൊരു ഫസ്റ്റ് നൈറ്റ് കൂടിയുണ്ട്, അതൊക്കെ സമയമാവുമ്പോൾ നിന്റെ അഗ്നി നിനക്ക് പഠിപ്പിച്ചു തരാം. ഇവിടെ വെച്ച് അത് നടത്താൻ നിനക്ക് സമ്മതാണോ എന്ന് മാത്രം നീ പറഞ്ഞാ മതി. അഗ്നി അവളെ നോക്കി ആർദ്രമായി ചോദിച്ചു. സമ്മതം, അവൾ അവന്റെ ആർദ്രമായ സ്വരത്തിൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നി അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. അവസാനം വാക്കു മാറ്റരുത് കേട്ടോ, അവനിൽ കുറുമ്പാണ്. മാറ്റില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോഴും താൻ എന്താണ് ഉദ്ദേശിച്ചതെന്നറിയാതെ തന്നെ നിഷ്കളങ്കമായി നോക്കുന്ന പെണ്ണിനെ കണ്ട് അവനിൽ വാത്സല്യം നിറഞ്ഞു. അവളുടെ കവിളിൽ ഒന്നുകൂടി ചുംബിച്ച് അവൻ മടക്കി കുത്തിയ മുണ്ടഴിച്ച് നേരെയാക്കി പടവിലായിരുന്നു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. അവനൊരു ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവന്റെ മടിയിലായിരുത്തി വയറിലൂടെ കൈ ചുറ്റി. ജ്വാല വിറയലോടെ അവനെ നോക്കി. അമ്മേ! കിച്ചു ദേഷ്യത്തോടെ മംഗലത്തിന്റെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് അംബികയെ വിളിച്ചു. അടുക്കളയിൽ പാചകത്തിലായിരുന്ന അംബികയും അരുന്ധതിയും അവന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഹാളിൽ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖവുമായി നിൽക്കുകയാണ് കിച്ചു. അവന്റെ പുറകിൽ തന്നെ ദേവരാജനും കേശവനും ഉണ്ട്. സൗപർണികയും സുരഭിയും ഹാളിലെ സോഫയിൽ തന്നെ ഇരിപ്പുണ്ട്. എന്താ കിച്ചു? അംബിക അവനടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു. അമ്മേ, അവൻ ആ അഗ്നി അവിടെ, അമ്മ വിളിച്ചു പറഞ്ഞപ്പോ പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല, അപ്പ ഇറങ്ങിയതാ ഞാൻ. അവൻ എവിടെ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. കിച്ചു, നിനക്കിതെന്താ? നീ പ്രശ്നം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണോ? അരുന്ധതിയാണ് അത് ചോദിച്ചത്. പിന്നെ ഞാൻ എന്ത് വേണം? അവനെ നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ കയറ്റിയെ? ഇറക്കി വിടായിരുന്നില്ലേ? എവിടെ അവൻ? പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനെ ഞാൻ തന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടോളാം, അവൻ എല്ലാവരോടും അലറിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അവനെവിടുന്ന് ഇറക്കി വിടാൻ നിനക്ക് എന്ത് അധികാരം കിച്ചു? രാജൻ അവനോട് പുച്ഛത്തോടെ ചോദിച്ചു. അവൻ അയാളെ നെറ്റിച്ചൊളിച്ചു നോക്കി. എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് കാര്യല്ലേ? അവനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നീയെന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം ഈ വീടിപ്പോ അഗ്നിയുടെ പേരിലാ. അന്ന് പണം തന്നപ്പോഴേ ഈ വീട് അവന്റെ പേരിൽ നമ്മൾ പറഞ്ഞിട്ട് ജ്വാല ഒപ്പിട്ട് കൊടുത്തത് നീ മറന്നുപോയോ? രാജൻ ഗൗരവത്തോടെ പറഞ്ഞു. കിച്ചു അയാളെ തുറച്ചു നോക്കി. അതേ മോനെ കിച്ചു, നീ വെറുതെ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. ഈ വീട് മാത്രമല്ല, എല്ലാ പ്രോപ്പർട്ടീസും ഇപ്പൊ അവന്റെയാ. നമ്മളിപ്പോ ജോലി ചെയ്യുന്നത് പോലും ജ്വാലയ്ക്ക് മാത്രം സ്വന്തമായ സ്ഥാപനങ്ങളിലാ. അതാദ്യം അവൾക്ക് സ്വന്തമായിരുന്നെങ്കിലും ഇപ്പൊ അതെല്ലാം നോക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് നീ മറക്കരുത്. അവനവിടെ ജോലി ചെയ്യരുതെന്ന് പറഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? കേശവൻ വിഷമത്തോടെ ചോദിച്ചു. നിങ്ങൾക്കൊക്കെ നാണല്ലേ ഇത് പറയാൻ? അല്ലെങ്കിലും അവന്റെ ഔദാര്യത്തിൽ കഴിയാൻ ഈ ചരണിന് കിട്ടില്ല. എനിക്ക് ബാംഗ്ലൂരിൽ സ്വന്തമായി ബിസിനസ് ഉണ്ടെന്നറിയാലോ, ഞാൻ അങ്ങോട്ട് പോവും.
അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അപ്പൊ ഞങ്ങളോ? ഞങ്ങളവൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലോ? അംബിക കിച്ചുവിനെ ദേഷ്യത്തോടെ നോക്കി. അതിന് അവന് മറുപടി ഉണ്ടായിരുന്നില്ല. കാരണം സ്വന്തം വീടെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ടാണ് എല്ലാ എണ്ണവും ഇവിടെ വന്ന് താമസിക്കുന്നത്. കിച്ചു ദേഷ്യത്തോടെ ചുമരിൽ ആഞ്ഞടിച്ചു. കൈ വേദനിച്ചിട്ടും അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണുകളിൽ ജ്വാലയെ താലികെട്ടി സ്വന്തമാക്കി തന്നെ വിജയച്ചിരിയോടെ നോക്കിയ അഗ്നിയുടെ മുഖമാണ്. കിച്ചുവേട്ടാ, ഏട്ടനിങ്ങനെ രോഷം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. അഗ്നിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ വല്ല കാരണവും കാണും. അല്ലാതെ അവളെപ്പോലെ ഒരുത്തി അഗ്നിയേട്ടൻ വിവാഹം കഴിക്കുന്ന തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തൽക്കാലം എല്ലാം ക്ഷമിക്കേ മാർഗമുള്ളൂ. അയാൾക്ക് മടുക്കുമ്പോൾ അയാൾ തന്നെ അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിക്കോളും. സുരഭി കിച്ചുവിനോട് പറഞ്ഞു. ഓ, നാക്കൊതുക്കി മിണ്ടാതിരുന്നോ ചേച്ചി അവിടെ. നിനക്കിനി മതിയായില്ലേ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയിട്ട്? സൗബി അവളോട് പുച്ഛത്തോടെ ചോദിച്ചു. രാജൻ ഇരുവരെയും സംശയത്തോടെ നോക്കി. അഗ്നി എന്ത് ചെയ്തു ഇവളെ? രാജൻ നെറ്റി ചുളിച്ചുകൊണ്ട് സൗബിയെ നോക്കി. സുരഭി അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി ചാടിത്തുള്ളി റൂമിലേക്ക് പോയി. സൗബി, ഞാൻ നിന്നോടാ ചോദിച്ചേ. സുരഭി പോകുന്നത് കണ്ടിട്ടും രാജൻ വീണ്ടും ചോദിച്ചു. ഇവിടെ വലിയ പ്രശ്നമായിരുന്നു അച്ഛാ. ചേച്ചി തന്നെയാ പ്രശ്നം ഉണ്ടാക്കിയേ. ഞാൻ ഹാളിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഇവര് രണ്ടാളും പോയിരുന്നു. സൗബി അംബികയെ അരുന്ധതിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, എന്തായിരുന്നു കാര്യം? നിങ്ങൾ എന്നെ ഫോൺ ചെയ്തപ്പോ അഗ്നി ജ്വാലയും വന്നിട്ടുണ്ടെന്ന് മാത്രല്ലേ പറഞ്ഞുള്ളൂ? കിച്ചു ഗൗരവത്തോടെ അംബികയോട് ചോദിച്ചു. ഞാൻ പറയാട്ടാ. പെട്ടെന്നാണ് അവിടെ പൊന്നുവിന്റെ ശബ്ദം എല്ലാവരും കേട്ടത്. എല്ലാവരുടെയും കണ്ണുകൾ ശബ്ദം കേട്ടിടത്തേക്ക് പോയി. അവളുടെ റൂമിന് മുന്നിലായി വാതിലിൽ ചാരി നിൽക്കുകയാണ് പൊന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോഴേ അവൾ അവർ പറഞ്ഞതെല്ലാം കേട്ടുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. പൊന്നു അതൊന്നും ശ്രദ്ധിക്കാതെ കിച്ചുവിന്റെ മുന്നിൽ വന്നു നിന്ന് അവനെ ചിരിയോടെ നോക്കി. എന്താടി? അവളുടെ ചിരി കണ്ടവൻ പല്ല് കടിച്ചു. അവള് ചുമല് കൂച്ചിക്കൊണ്ട് ജ്വാല അവളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കിച്ചുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും കിച്ചു രാജനും കേശവനും ദേഷ്യത്തോടെ പരസ്പരം നോക്കി. ഏട്ടാ, ഈ ദേഷ്യം അതത്ര നല്ലതല്ല കേട്ടോ. അത് അഗ്നിദേവ. പേരുപോലെ തന്നെ അകത്ത് മുഴുവൻ അഗ്നി തന്നെ ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്നുള്ള ആവേശത്തില് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അവള് പുച്ഛത്തോടെ അവനോട് പറഞ്ഞു. കേറിപ്പോടി അകത്ത്. കേശവൻ അവളോട് കലിയോടെ പറഞ്ഞു. ഓ, ഞാൻ പൊക്കോളാ. അല്ലെങ്കിലും നിങ്ങൾക്കെല്ലാം ഉള്ളത് പലിശ ചേർത്ത് കിട്ടണത് കാണാൻ തന്നെയാ ഞാനും കാത്തിരിക്കുന്നേ. എന്റെ ജ്വാലയെ ചതിച്ചേന്, അവള് നോവിച്ചേന് എല്ലാത്തിനും നിങ്ങൾക്ക് കിട്ടാൻ കിടക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും വയറു നിറച്ച് തന്നിരിക്കും അഗ്നിയേട്ടൻ. അവൾ ഉറപ്പോടെ പറഞ്ഞു. ചി, നാവടക്കടി. ആരടി നിന്റെ അഗ്നിയേട്ടൻ? അവളുടെ ഒരു അഗ്നിയേട്ടൻ. അംബിക അവൾക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, എന്റെ മേലേക്ക് എടുക്കാൻ നിൽക്കണ്ട. നിങ്ങളോടെല്ലാം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ജ്വാലയല്ല ചൈതന്യ. അതുകൊണ്ട് വേണ്ട. അവള് താക്കീതോടെ പറഞ്ഞു. അംബിക അവളെ കനപ്പിച്ചു നോക്കി. പെണ്ണിന്റെ നാവ് നോക്കണേ. ഈ മംഗലത്ത് ഇന്ന് വരെ പെൺകുട്ടികളുടെ ശബ്ദം ഉയർന്നിട്ടില്ല. അരുന്ധതി അവളെ വെറുപ്പോടെ നോക്കി. നിങ്ങൾ പെണ്ണല്ലേ, നിങ്ങളുടെ ശബ്ദമല്ലേ ഇപ്പോ ഇവിടെ ഉയർന്നേ? നിങ്ങളുടെ മകളല്ലേ സുരഭി, അവളുടെ ശബ്ദം ഉയർന്നതുകൊണ്ടല്ലേ അഗ്നിയേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയേ? പൊന്നു പുച്ഛത്തോടെ ചോദിച്ചു. അരുന്ധതി ഉത്തരം പറയാനില്ലാതെ വിളറിപ്പോയി. അത് കണ്ട് പൊന്നു ചുണ്ടുകോട്ടി. തുടരും.